സ്വാതന്ത്ര്യദിനത്തിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും വേണ്ടി മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി തിരുവല്ല ഗോവിന്ദൻകുളങ്ങര ദേവീക്ഷേത്രം. രാജ്യത്തിനു വേണ്ടി പോരാടിയ സൈനികർക്ക് വേണ്ടിയും ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടന്നു. സൈനികരെ ആദരിക്കുകയും ചെയ്തു. ഗോകുൽ രമേശിന്റെ റിപ്പോർട്ട്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവല്ല ഗോവിന്ദൻകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ ഇന്ന് സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പരിപാടി നടക്കുകയുണ്ടായി. അതായത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും പേരിൽ മഹാമൃത്യുഞ്ജയ ഹോമവും രാജ്യത്തെ സേവിച്ച ധീരരായിട്ടുള്ള സൈനികർക്ക് ആദരവുമൊക്കെ നൽകുന്ന ഒരു പരിപാടിയാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പുലർച്ചയിൽ അല്ലെങ്കിൽ കാലത്ത് ഈ ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായത്. എന്നോടൊപ്പം ഇപ്പോൾ ആ സൈനികരും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ആൾക്കാരും ഒക്കെ ചേരുന്നുണ്ട്. എന്തായാലും അവരോട് കൂടുതൽ കാര്യങ്ങൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ടുള്ള തീരുമാനം? ഹരി ഓം. സമൂഹത്തിലെ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ് നമ്മുടെ സൈനികരും പൂർവ്വ സൈനികരും എല്ലാവരും. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ എല്ലാ പരിപാടികളിലും ഞങ്ങൾ സൈനികരെയും വിരമിച്ച സൈനികരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് പ്രധാനമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതുകൂടാതെ രാജ്യത്തിൻ്റെ 80ാമത്തെ സ്വാതന്ത്ര്യദിനം, വന്ദേമാതരത്തിൻ്റെ 150ാമത്തെ വർഷം, ഇതെല്ലാം കൂടി ഒരു പുണ്യദിനമായിട്ടാണ് ഞങ്ങളിത് കണക്കാക്കിയത്. അതിൻ്റെ പേരിലാണ് ഞങ്ങളിന്ന് മഹാമൃത്യുഞ്ജയം നമ്മുടെ ക്ഷേത്രത്തിലെ ബഹുമാനപ്പെട്ട തന്ത്രിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഇത്രയും വലിയൊരു മഹാമൃത്യുഞ്ജയം ഇവിടെ നടന്നത്. സൈനികരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സർവീസ് ചെയ്യുന്നവരുടെയും റിട്ടയർ ആയവരുടെയും അതുപോലെ നമ്മുടെ ഭരണാധികാരികളുടെയും പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ സൈനിക തലവന്മാരുടെ എല്ലാവരുടെയും പേരിലാണ് ഇന്നിവിടെ ഹോമം നടന്നത്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് സൈനികരെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാന കർത്തവ്യമാണ്. അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. സമൂഹത്തിൽ ഏറ്റവും ആദരിപ്പിക്കേണ്ട വ്യക്തികളാണ് അവർ. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങനെയാണ് ക്ഷേത്ര ഭരണസമിതിയുടെ നിലപാട് ഈ വിഷയത്തിൽ. എന്തായാലും ചില സൈനികരുടെ കൂടി പ്രതികരണം നമുക്ക് തേടാമെന്ന് തോന്നുന്നു. ചേട്ടാ, സാർ നമസ്കാരം. ഇങ്ങനെ ഒരു ആദരം ഒരു ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എത്രമാത്രം അഭിമാനകരം? വളരെ അഭിമാനം തോന്നി. നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ എക്സ് സർവീസ്മാനെ ആദരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സത്രം നടന്ന സമയത്ത് വളരെ നല്ല കാര്യം. ഇത് മറ്റുള്ള ക്ഷേത്രങ്ങളിലും നടക്കുന്നതാണ്, എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നതാണ്. നേരത്തെ നമ്മുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ സാർ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിൽ സൈനികരെയാണ് ആശ്രയിച്ചാണ് ദേശത്തിൻ്റെ നിലനിൽപ്പ്. അതിൻ്റെ ബേസിക് ഘടകം അതാണെന്ന് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് അറിയില്ല. അത് അറിയിക്കേണ്ട ഇങ്ങനെയുള്ള വ്യക്തിഗത കാരണം അവർക്ക് ഈ പരിപാടികളിലൂടെ എങ്കിലും മനസ്സിലാവും എന്താണ് അറിയാവുന്ന ആൾക്കാരാണല്ലോ ഇത് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ആൾക്കാരിൽ എത്തിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും. ക്ഷേത്രത്തിൻ്റെ തന്ത്രി കൂടി ചേരുകയാണ്. തന്ത്രി നമസ്കാരം. ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറണം എന്നുള്ള വലിയ സന്ദേശം കൂടിയാണ് ഈ പരിപാടി. അതെ, ഇതിപ്പോൾ ഈ പാട്രിയോട്ടിസം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇത് സാധാരണ ഇങ്ങനൊരു മൃത്യുഞ്ജയവും പോലൊരു ക്രിയ കഴിച്ച് അവരുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കണമെന്ന് അത്തരം ഒരു സങ്കല്പം ഇപ്പോൾ ആദ്യമായിട്ടാണ്. മറ്റേത് എല്ലാ വർഷവും ഇവിടുത്തെ എല്ലാ വിശേഷത്തിനും ഇവരെയൊക്കെ ആദരിക്കാറുണ്ടായിരുന്നു. സത്യത്തിൽ അതിൽ ഭാഗമാകാൻ പറ്റി. അത് വലിയ സന്തോഷം. തീർച്ചയായിട്ടും. എന്തായാലും അത് തന്നെയാണ് വലിയ ഒരു സന്ദേശം തന്നെയാണ്. സാർ, ഇങ്ങനെ ഒരു ആദരം ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചു. ഈ ഒരു ദിവസത്തിൽ എത്രമാത്രം പ്രൗഡാണ് കാര്യം? വളരെ സന്തോഷമുള്ള കാര്യമാണ്. സൈനികരെ ബഹുമാനിക്കുന്ന വഴി ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ഭക്തജനസമിതിയും ബഹുമാനിക്കപ്പെടുവാണ്. കാരണം കേരളം അധികം യുദ്ധമൊന്നും കണ്ടിട്ടില്ല. വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നാട്ടുകാർ സൈനികരോട് പെരുമാറുന്ന രീതി പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഇനിയും സംജാതമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഭക്തജനസമിതിയോട്, ഈ ഉപദേശ സമിതിയോട് അകൈതവുമായിട്ടുള്ള നന്ദി ഉണ്ട് ഈ ഒരു ഫംഗ്ഷൻ നടത്തിയതിന്. വളരെ സാർ, എന്തായാലും ഏറെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഗോവിന്ദൻകുളങ്ങര ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അർഹിച്ച അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു ചടങ്ങ് തന്നെയാണ് ക്ഷേത്രത്തിൽ പൂർത്തിയായിരിക്കുന്നത്.